കോട്ടയം അയർക്കുന്നം ഇളപ്പാനയിൽ യുവതിയെ കൊന്ന ഭർത്താവ് സോണി. അറസ്റ്റിൽ മരിച്ച അൽപ്പാനിയുടെ മൃതദേഹം കണ്ടെത്തി. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അൽപ്പാനിയും സോണിയും. ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലയ്ക്ക് കാരണമെന്ന് ഡിവൈഎസ്പി KS അരുൺകുമാർ പറഞ്ഞു. പ്രതിയെ നേരത്തെയും വീട്ടിലേക്ക് പണിക്ക് വിളിച്ചിട്ടുണ്ടെന്നും കൂടെ പണിക്ക് വന്നത് ഭാര്യയാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നും മൃതദേഹം കണ്ടെത്തിയ വീടിന്റെ ഉടമസ്ഥ ജോമോൾ ഡെന്നിയും പറഞ്ഞു. മിഥുൻ അയ്യപ്പനിലേക്കാണ് കൂടുതൽ വിവരങ്ങൾക്കായി. മിഥുൻ, തെളിവെടുപ്പ് പൂർത്തിയായി എന്ന നേരത്തെ ദൃശ്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. മിഥുൻ അത് വിശദീകരിച്ചിരുന്നു. പോലീസ് എന്തൊക്കെയാണ് പുതുതായി പറയുന്നത്? തെളിവെടുപ്പ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ മൃതദേഹവും പ്രതിയും ഇപ്പോഴും ഈ വീട്ടുവളപ്പിൽ തന്നെയാണ് കൊണ്ടുപോകാൻ ഇരിക്കുന്നതേയുള്ളൂ. മൃതദേഹം മറ്റു നടപടികളെല്ലാം പൂർത്തിയാക്കി ആംബുലൻസിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രധാനമായും പോലീസ് ഇക്കാര്യത്തിലൊരു കൃത്യമായിട്ടുള്ളൊരു വിവരം പോലീസ് നൽകി കഴിഞ്ഞു എന്നുള്ളതാണ്. അൽപ്പാനയ്ക്കും മറ്റൊരാൾക്കും ഉണ്ടായ ബന്ധമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഫോണിൽ കൂടെയായിരുന്നു ബന്ധമുണ്ടായിരുന്നത്. ഇവർ തമ്മിലുള്ള ഫോൺ വിളി ഈ സോണിയെ വലിയ രീതിയിൽ വലച്ചിരുന്നു. സോണി ഇക്കാര്യം വഴക്കിലേക്ക് പോയിരുന്നു ഇരുവരും തമ്മിൽ. അത് പലതരത്തിലും അക്രമത്തിലേക്കും പോയിരുന്നു, സംഘർഷത്തിലേക്കും പോയിരുന്നു. അതിനിടെയാണ് ഈ 14-ാം തീയതി ഇപ്പോൾ കൃത്യം നടന്ന വീട്ടിലെത്തിയത്. 7:10 വീട്ടിലേക്ക് എത്തുകയായിരുന്നു. 7:30 കൊലപാതകം നടന്നിരിക്കാമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: പ്രതി അൽപ്പാനയുമായി ഇവിടേക്ക് എത്തുകയും ഇവിടെ വെച്ച് അവർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അതിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതിനിടെ പോലീസ് പ്രതി ഈ അൽപ്പാനയെ അടുത്തുള്ള കരിങ്കൽ ഭിത്തിയിലേക്ക് തല ഇടിച്ച് ബോധം കെടുത്തുകയാണ് ഉണ്ടായത്. ബോധരഹിതയായി താഴെ വീണ അൽപ്പാനയെ ഈ അടുക്കളയുടെ ഭാഗത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി മരണം ഉറപ്പിക്കാൻ വേണ്ടി കഴുത്ത് ഞെരിച്ചു. പിന്നീട് തലയ്ക്ക് പുറകിൽ പാര കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചു. അങ്ങനെ മരണം ഉറപ്പിച്ചതിന് ശേഷമാണ് വീടിന്റെ തൊട്ടുപുറകിലുള്ള ഭാഗത്തേക്ക്, മണ്ണിളകിയ ഭാഗത്തേക്ക് കൊണ്ടുപോയി വളരെ താഴ്ച കുറഞ്ഞ തരത്തിലേക്ക് പുറമേയുള്ള മണ്ണുകൾ മാത്രം മാറ്റി പ്രതി അൽപ്പാനയെ കുഴിച്ചിട്ടത്. പിന്നീട് പ്രതി മടങ്ങിപ്പോവുകയാണ്. അന്നത്തെ ദിവസം ആ വീട്ടിൽ ജോലി കൂടി ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആ വീട്ടിലെ മറ്റ് പുറംപണികളെല്ലാം തന്നെ ഈ പ്രതി ചെയ്തിരുന്നു. അതിനുശേഷം വൈകിട്ട് കൂലിയും വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോയി. പക്ഷേ പ്രതി 17-ാം തീയതിയാണ് പോലീസിൽ പരാതി നൽകുന്നത്. 14-ാം തീയതി കാണാതായി എന്ന് പറഞ്ഞ് ഇത്രയും വൈകിയത് എന്താണെന്ന് പോലീസ് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ പ്രതിയും ഈ ഭാര്യയെ തിരയുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ, അതായത് അന്ന് വൈകിട്ട് തന്നെ കൂടുതൽ മൊഴി നൽകാൻ വേണ്ടി എത്തണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അന്ന് എത്തിയില്ല. പിറ്റേ ദിവസം ഇയാൾ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് പോലീസ് സംഘം എത്തിയപ്പോൾ ഒരു യാത്രയ്ക്കായി എന്ന വണ്ണം 2 കുട്ടികളുമായി ഈ പ്രതി സോണി പോയി എന്നാണ് അയൽവാസികൾ പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മൊബൈൽ ഫോൺ സിഗ്നലുകൾ പരിശോധിച്ചപ്പോൾ എറണാകുളം ഉണ്ട് എന്ന് അറിയായിരുന്നു. അവിടെ നിന്ന് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിലാണ് ഈ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. ഏതായാലും ഈ ഒരു മറ്റൊരാളുമായി ഉണ്ടായ ബന്ധത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. അങ്ങനെയാണ് പ്രതി പറഞ്ഞിട്ടുള്ളത്.